ഹായ് ഫ്രണ്ട്സ്, ഞാൻ PF ചാക്കോ. PFC മുക്കം എന്ന പേരിലും എന്നെ അറിയപ്പെടാറുണ്ട്. നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. ഇപ്പോൾ നടന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാനിത് എഴുതി തന്നെ നിങ്ങളോട് പറയുകയാണ്. കാരണം നടന്ന സംഭവങ്ങളാണ് എല്ലാം. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇതുപോലെയാണെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ അനുഭവമാണെന്നോ പറയാൻ ഞാൻ ആളല്ല. ഞാനിവിടെ പറയുന്നത് എൻ്റെ അനുഭവം മാത്രമാണ്. എനിക്ക് ഇതിനു വേണ്ടുന്ന എല്ലാ തെളിവുകളും രേഖകളും ആവശ്യക്കാർക്ക് എന്നെ വിളിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. വീഡിയോ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഒന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ധാരാളം പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പല മോഹന വാഗ്ദാനങ്ങളും അതിൽ പറയാറുമുണ്ട്. പക്ഷേ അവസാനം ഒരു വാക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്: കണ്ടീഷൻ സപ്ലൈ, അഥവാ നിബന്ധനകൾ ബാധകം. ഇതൊരു വലിയ കെണിയാണ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ TV തുറന്നാലും മൊബൈൽ തുറന്നാലും നമ്മൾ ഇൻഷുറൻസുകളെ പറ്റി ധാരാളം പരസ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പരസ്യങ്ങളെ കണ്ട് നമ്മൾ അതിൽ ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അറിയുന്ന ഏതെങ്കിലും വ്യക്തികളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയുന്നവരൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഏർപ്പാടുകളൊക്കെ ചേരുന്നത് നമ്മൾ പരിചയമുള്ള വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടാണ്. 90% ആൾക്കാരും ഇതിൻ്റെ ബൈലോസോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാറില്ല. കാരണം നമ്മളോടൊരു സുഹൃത്ത് പറഞ്ഞതല്ലേ, അപ്പോൾ അവരുടെ വാഗ്ദാനങ്ങളൊക്കെ നമ്മളങ്ങ് അംഗീകരിക്കുകയാണ്. ഇതിൽ വിശ്വസിച്ചാണ് നമ്മളിതൊക്കെ ചേരുന്നത്. അപ്പം ഞാനും എൻ്റെ വിഷയത്തിൽ കടക്കുകയാണ്. ഇതിപ്പോൾ 2026, ഒരു 9 വർഷം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഞാൻ സ്റ്റാർ കെയർ എന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസിൽ ചേരുകയുണ്ടായി. അപ്പോൾ അതിൽ ചേർന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതാണ്ട് 4-5 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടാവും. അത് ക്യാഷ്ലെസ് ആയിരിക്കും. നിങ്ങൾക്ക് 7 വർഷം ചികിത്സിക്കാം. പല പല ആനുകൂല്യങ്ങൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു. ഞാനും ഒരു ഇൻഷുറൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കഴിഞ്ഞ എല്ലാ വർഷവും ജനുവരി 10-ാം തീയതി ഏതാണ്ട് 50, ഇപ്പോഴത്തെ എൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ 47,000 രൂപയാണ്. 46,500 സംതിങ് ഇനിയോ 47,000 ചോറയോ അതിപ്പോൾ അടയ്ക്കേണ്ട പൈസയാണ്. ജനുവരി 10-നാണ് ഞാനിപ്പോൾ ഈ പൈസ അടയ്ക്കേണ്ടത് ഒരു ഇയർ. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് എൻ്റെ മിസ്സിന് അപ്രതീക്ഷിതമായിട്ട് ഒരു വീഴേണ്ട സാഹചര്യം ഉണ്ടായിപ്പോയി. ഈ പറയുന്ന ഡിസംബർ 16 ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് എൻ്റെ മിസ്സിനെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാഷ്വാലിറ്റിയിലാക്കി. അപ്പോൾ വൈകുന്നേരം 7 മണി ഈ കാഷ്വാലിറ്റി പ്രൊസീജിയർ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ചപ്പോ ഇന്നുപോലാണ് ഈ മിസ്സിൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിന് ഇച്ചിരി പൊട്ടുണ്ട്, സർജറി വേണ്ടി വരും. അപ്പോൾ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ സർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാർ കെയറിൻ്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർ കെയറിൽ ഇൻഷുറൻസ് ഡെസ്കിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെസ്കിൽ ചെന്നപ്പോൾ 7 മണി സമയമാണ്. അവിടെ അവർ അടച്ചു പോയി. അപ്പോൾ ഇൻഷുറൻസ് ഡെസ്കിൻ്റെ ഇത് കിട്ടാതെ നമ്മൾക്കറിയാമല്ലോ, നിങ്ങൾ ചികിത്സയോളൂ, അവർ നാളെ വന്നു കഴിയുമ്പോൾ ചെയ്യും എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നിങ്ങൾ പറയാതെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനത് എൻ്റെ കോഴിക്കോടുള്ള ഞാൻ എൻ്റെ ഏജൻറ്റിനെയും അതുപോലെ ഇതിൻ്റെ സ്റ്റാർ കെയറിൻ്റെ കോഴിക്കോട് ഉള്ള ഒരു ഓഫീസറെയും വിളിച്ചിരുന്നു. അപ്പോൾ അവരെ വിളിച്ചിരുന്നു. എനിക്ക് ഒരു റെസ്പോൺസും രാത്രി ഒന്നും കിട്ടിയില്ല. ഏതാണ്ട് 9 മണിയായപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു കാഷ്വാലിറ്റി ബില്ല് അടച്ചു. അതിനിടയിൽ ഞാൻ എൻ്റെ കോഴിക്കോടുള്ള എൻ്റെ ഇൻഷുറൻസിന് സംബന്ധമായ വ്യക്തി അറിയുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചും പറഞ്ഞു, നിങ്ങളുടെ പോളിസി വിവരങ്ങളൊക്കെ അറിഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു കോഴിക്കോട് നമുക്ക് ഹോസ്പിറ്റലുണ്ട്, ഇവിടെ ചികിത്സിക്കാം, ക്യാഷ്ലെസ് കിട്ടും, നമുക്ക് പരിചയമുള്ള പാർട്ടി ഉണ്ടെന്ന്. ഓക്കെ, നമ്മളവിടെ കാഷ്വാലിറ്റി ബില്ല് ഏതാണ്ട് 4,000 അടുത്ത് ഞാൻ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അടയ്ക്കുകയാണ്. അതടച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഇവർ ഈ കോഴിക്കോടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആശയം, ഈ ഇത്രയും അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് സാമാന്യം തെറ്റില്ലാത്ത ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കോഴിക്കോട് പോയിരുന്ന ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളൊക്കെ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ നാളെ കാണാമല്ലോ, ഏതായാലും ഉള്ളതാണെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞാൻ ഈ ഓമശ്ശേരിയിൽ തന്നെ കാഷ്വാലിറ്റിയിൽ ബില്ലുമൊക്കെ അടച്ച് ഞാനിവിടെ നാളെ രാവിലെ വന്നിട്ട്, അപ്പോൾ ഇവർക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നാളെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നാളെ ചെയ്യാവുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം വന്നു, രാവിലെ ഇൻഷുറൻസിൽ ചെല്ലുന്നു, ഡെസ്കിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, ക്യാഷ്ലെസ് ആണെന്ന് പറയുന്നു. നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ തുടരുന്നു. ഈ ട്രീറ്റ്മെൻറ്റുകൾ തുടർന്ന് വന്ന് എൻ്റെ കേസ് ഡിസ്ചാർജ് ആകുന്ന 6-ാം ദിവസം ഡിസ്ചാർജായി.
ഡിസ്ചാർജ് ആയപ്പോൾ എനിക്ക് 70,000 സംതിങ് റുപ്പീസ് ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. 70,000 സംതിങ് റുപ്പീസാണ് എനിക്ക് ആയി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഇവർക്ക് ഈ പൈസ ഇവർക്ക് വരുന്നില്ല. രാത്രി 8:30 ആയപ്പോൾ എന്നോട് ഡിസ്ചാർജ് പറഞ്ഞ് ഞാൻ സാധനമൊക്കെ ഇറങ്ങി താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരെന്നോട് പറയുന്നു അത് കൺഫർമേഷൻ കൊടുത്തിട്ട് വന്നിട്ടില്ല, സാധാരണ 2-3 മണിക്കൂർ വരുന്നതാണ്. അങ്ങനെ നിന്ന് എന്നോട് അവസാനം പറയും 20,000 റുപ്പീസ് നിങ്ങൾ ഇവിടെ അടച്ചോളൂ, എന്നിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് മടക്കിത്തരും, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് മടക്കിത്തരുന്നു. പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഞാൻ അവിടുന്ന് പൈസ അടച്ച് പോകുന്നത് എനിക്ക് 15,000 രൂപ ഞാൻ അവിടെ അടച്ച് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം പറയുമ്പോൾ 70,000 രൂപയാണ് നിങ്ങൾക്ക് പാസ്സായിരിക്കുന്നത്, 11,600 സംതിങ് റുപ്പീസ് നിങ്ങൾ തിരിച്ചടയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തിനാണ് എന്നോട് പറഞ്ഞിരുന്നത്, അങ്ങനെയല്ലല്ലോ. അപ്പോൾ പറഞ്ഞു അല്ല അത് സ്റ്റാർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല, ഈ ഇരിക്കുന്ന സ്റ്റാഫുകൾ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെന്ത് പരിപാടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ആദ്യം പറയുന്നത്, നിങ്ങൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ടൊന്നും ആരും ഇതിലൊന്നും ചേരരുത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചപ്പോൾ ഈ 11,600 സംതിങ് റുപ്പീസ് എന്തിനാണ്, അത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഇതര കാര്യങ്ങൾക്കുള്ളതാണ്. ഇനിയാവും ആ പൈസയും അടച്ചു ഞാൻ അവിടുന്ന്. അപ്പോൾ ക്യാഷ്ലെസ് നമ്മൾ കാഷ്വാലിറ്റിയുടെ അടച്ച പണം അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇത് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജായി പോകുന്ന എനിക്ക് പിന്നീട് ഈ 2.5 മാസത്തിനിടയിൽ സർജറി കേസ് പറയുന്ന ഇതിൻ്റെ ഈ ഇതൊക്കെ അഴിക്കണമല്ലോ, കൈ ഒടിഞ്ഞതല്ല. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റർ കട്ടിങ്, എക്സ്റേ എടുക്കൽ ആൻഡ് ഫിസിയോതെറാപ്പി അങ്ങനെ എല്ലാം കൂടി ആയിട്ട് 2.5 മാസത്തോളമായി. ഇപ്പോൾ ഈ 2.5 മാസത്തിനിടയിൽ ഞാൻ 21,000 റുപ്പീസ് സംതിങ് 13,000 അവർ കട്ട് ചെയ്തത് വേറെ, പിന്നീട് 4,000 രൂപ കാഷ്വാലിറ്റി, ഇങ്ങനെയുള്ള തുകകളൊക്കെ നമ്മളാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, ഞാൻ 50,000 രൂപയ്ക്ക് അടുത്ത് എവരി ഇയർ അടയ്ക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ പൈസ അടയ്ക്കുന്നത് നമ്മൾ ഈ ജനുവരി 21 ഞാൻ ഇവരോട് ഇതൊക്കെ പല പ്രാവശ്യം ഇവരുടെ ഏജൻറ്റിനോട് ഇവരോട് ചോദിച്ചു. ഓരോരോ ന്യായങ്ങളാണ് ഇവർ പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ശരിയല്ല, പല പല റീസണുകൾ പറയുകയാണ്. അത് പേന കൊണ്ടാണ് എഴുതി, ബാങ്കിൽ നിന്ന് ഒരു പാസ്ബുക്കിൽ പേന കൊണ്ട് എഴുതി, നമ്മൾ പേന കൊണ്ട് എഴുതുന്നല്ലേ പറയാൻ പറ്റൂ, അവർ തന്നല്ലേ. അപ്പോൾ അവർ അത് കൊടുത്തു. പക്ഷേ എനിക്കൊരു കാര്യം കൂടെ അറിയണം, ഈ 15,000 രൂപ നമ്മൾ അടച്ചതിൻ്റെ ബാക്കി ഇവർ തന്നത് ഇതേ ബാങ്ക് അക്കൗണ്ട് നമ്പറിലുമാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ പറയുന്ന കണ്ടീഷൻ സപ്ലൈ എന്ന് പറയുന്ന ആ കെണിയിൽ നമ്മളെ പെടുത്തുകയാണ്. ഇവരൊന്നും റൂട്ട് ഔട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ 9ാമത്തെ വർഷത്തെ പ്രീമിയം ഞാൻ അടച്ചിട്ടില്ല. ഞാൻ അവരോട് ഇങ്ങനെ പറയും, എം ഡി ഈ പൈസയ്ക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ഇത് കണ്ടീഷൻസ് ആയിട്ട് എന്നോട് പറയുകയും ചെയ്യും. ഞാൻ അവിടെ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ അവിടെ വരാം, നിങ്ങൾ വേറെ എവിടെയായിരുന്നാലും ഞാൻ വരാം, ഇതൊക്കെ പറഞ്ഞു നോക്കി, ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരോട് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻഷുറൻസ് അടയ്ക്കുന്നില്ല, എനിക്ക് ഇൻഷുറൻസ് വേണ്ട. കാരണം ഒരു 50,000 രൂപയുടെ അടുത്ത മാസം എവരി ഇയർ അടച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ മിസ്സിന് അപ്രതീക്ഷിതപ്പെട്ട അത് ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു ഉണ്ടായിട്ട് ഇവിടെ വരുമ്പോൾ ഇമാതിരി കളിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൈസ എടുത്ത് നമുക്ക് ചെയ്താൽ പോരെ. ഇന്ന് ഹോസ്പിറ്റലിൽ EMI കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ പോരെ. ഇത് ഇവരുടെ ഈ സ്റ്റാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്തുമായിക്കോട്ടെ, അവരുടെ കുറേ സ്റ്റാഫുകൾ ഇങ്ങോട്ട് ഇവരെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവരൊന്നും ഹോസ്പിറ്റൽ ഇവരുടെ സ്റ്റാറിൻ്റെ അല്ല പോലും, ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഇവരോട് ഒരു ധാരണ വരുന്ന സ്റ്റാഫാണ്, തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ശമ്പളമൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ തന്നെ. പിന്നെ ടാക്സ് അത് ഇത് എന്ന് വേണ്ട, നമുക്കൊരു 50,000 രൂപയ്ക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് ഇത് 80,000 അല്ലെങ്കിൽ 70,000 പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അറിവുകൾ വെച്ചിട്ട്. ഇനിയോ അതുകൊണ്ട് ഇനിയൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇൻഷുറൻസ് ചെയ്യുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി ചെയ്യാൻ പോകുന്നവരും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യാവും. സുഹൃത്താണ് അല്ലെ അവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും പെട്ട് ആരും ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ഒരു അനുഭവം, ഞാനൊരു സീനിയർ സിറ്റിസൺ ആയതുള്ളൂ, സൂപ്പർ സീനിയറിനോട് അടുത്തോട്ട് സീനിയർ സിറ്റിസൺ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ഷെയർ ചെയ്യുക എന്നാണ് എൻ്റെ കടമ. അപ്പോൾ എനിക്ക് കിട്ടിയോ കിട്ടില്ല എന്നുള്ള എന്തായിരുന്നാലും ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ വിവരം നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ നമ്പറുകൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. 97 45 670 155. അത് വാട്സപ്പ് നമ്പറോട് കൂടിയതാണ്. ഈ നമ്പർ കോൾ ചെയ്യാം. ഇനി ഒരു നമ്പർ കൂടെ ഉണ്ട്, 94 47 65 0857. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറാം. PFC മുക്കം, അതായത് പൊണാട്ട് ഫ്രാൻസിസ് ചാക്കോ എന്നുള്ളതിൻ്റെ ഷോർട്ട് PFC മുക്കം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്.